നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കാലയളവിലാണ് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി ചില പാട്ടുകൾ എഴുതാൻ ചിലർക്ക് സാധിക്കുന്നു, ചിലർക്ക് ദൈവത്തിൻ്റെ ദർശനം പ്രാപിക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് മഹത്വം. എന്ന ദൈവത്തിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിലെത്തുവാൻ ദൈവം സാവകാശിരിക്കുന്നതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. സംഭവബലമായ ഓരോ ദിവസം കടന്നു പോകുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ വചനമാണ് നമുക്ക് ആശ്വാസം, സമാധാനവും പ്രത്യാശയും പകരുന്നത്. കർത്താവ് തൻ്റെ വചനവുമായി നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുകയും ശക്തിമാന്മാരുടെ അപ്പം നിന്ന് പോഷിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. യിരെമ്യാവ് 17-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാവിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ യിരെമ്യാവ് ഈ പുസ്തകം എഴുതുവാനുള്ള കാരണം, യിരെമ്യാവ് പ്രവാസത്തിൽ പോയ യഹൂദ്യ യെരുശലേമ്യ ജനത്തിനു വേണ്ടി തൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. നിങ്ങൾ ഏത് ദേശത്തായിരുന്നാലും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഫലം കായ്ക്കുവാൻ കഴിയും. യെഹെസ്കേലിനെ കുറിച്ച് പഠിച്ചാൽ യെഹെസ്കേൽ പ്രവാസത്തിലായിരുന്നപ്പോഴാണ് യെഹെസ്കേൽ എന്ന പുസ്തകവും ദൈവിക ദർശനവും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുവാനിടയായിത്തീർന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ കാലയളവിലാണ് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന് വേണ്ടി ചില പാട്ടുകൾ എഴുതാൻ ചിലർക്ക് സാധിക്കുന്നു, ചിലർക്ക് ദൈവത്തിൻ്റെ ദർശനം പ്രാപിക്കുവാൻ കഴിയുന്നു, ചിലർക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുവാൻ കഴിയും. കാരണം നമ്മുടെ ദുഃഖം, വേദന, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കർത്താവ് മാത്രമേ ഉള്ളൂ. മനുഷ്യരിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നല്ലെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയതുപോലെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഇവിടെ അതുപോലെ തന്നെ യിരെമ്യാവ് പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുന്ന യഹോവ സർവശക്തനാണ്, സകല ഭൂമിക്കും ഭൂമണ്ഡലത്തെ അധിപതിയാണ്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിൻ്റെ സകലത്തെ ഭരിക്കുന്ന ദൈവം. ആ ദൈവത്തിൽ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. ദാനിയേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ദാനിയേൽ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ രാജ്യത്തെ പിടിച്ചടക്കി രാജസന്തതിയിൽ കുലീനന്മാരായ ചില കുഞ്ഞുങ്ങളെ ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അവർക്ക് പ്രത്യേക ശിക്ഷണം കൊടുക്കുക, കൽദയ ഭാഷ അഭ്യസിപ്പിച്ച് അവരെ വേർതിരിച്ചെടുത്തു. ആ രാജകൊട്ടാരത്തിൽ രാജാവിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ, ആ രാജ്യത്തിൻ്റെ ഒരു ഗവർണറായി തീരുവാൻ ദാനിയേലിന് സാധിച്ചു. കാരണം അവർ ആ ദേശത്തായിരുന്നപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൻ്റെ പ്രമാണത്തെ വിട്ടു തിരിഞ്ഞില്ല. അവർക്ക് ആശ്രയിക്കാൻ കർത്താവ് ഉണ്ടായിരുന്നു. കാരണം ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ ഉള്ളിൽ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെ യഹൂദ്യയിലുണ്ടാകുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ജനനം മുതൽ യഹോവയില്ലാതെ ഒരു കർത്താവില്ല, യഹോവ ഏക ദൈവം എന്നുള്ള ആ ശക്തമായ ദൂത് അവർക്ക് ഇപ്പോഴും ആ ചെറുപ്രായത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കും. പിതാവ് അവരെ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദാനിയേൽ പ്രവാസത്തിൽ നെബൂഖദ്നേസറിന്റെ രാജ്യത്ത് കൽദയ ദേശത്തെത്തിയിട്ടും ആ പ്രമാണത്തിൽ ദാനിയേലിന് നിൽക്കുവാൻ സാധിച്ചു. കാരണം ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വളർന്നു വന്നാൽ അവർ ഏത് ദേശത്തായിരുന്നാലും അവർക്ക് തെറ്റ് ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം അവരുടെ ആശ്രയം യഹോവയിൽ തന്നെയായിരിക്കും. യഹോവ വിട്ട് അവർക്കൊന്നും ചെയ്യുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദാനിയേലിന് അവിടെ രാജകീയ ഭോജനം, രാജകീയ വീഞ്ഞു കൊടുത്തപ്പോഴും അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് ദേശത്തായിരുന്നാലും നമ്മൾ ചെറുപ്രായത്തിൽ അവർക്ക് കൊടുക്കുന്ന ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചു. ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും കർത്താവിൻ്റെ പ്രമാണം വിട്ട് ഞാൻ മാറിയില്ലെന്ന് ദൃഢനിശ്ചയം നമ്മുടെ ഹൃദയത്തിൽ ദാനിയേൽ എടുത്തതുപോലെ എടുക്കുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ കർത്താവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, പിതാവായ ദൈവമുണ്ട്. ഏത് വിഷയങ്ങളെ അഭിമുഖീകരിച്ച് കടന്നു പോകാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ബലവും ധൈര്യവും തരും. ഇവിടെ പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവരുടെ പ്രാർത്ഥനയിലും അത് അവരുടെ ഇസ്രായേൽ മക്കളുടെ രീതി അനുസരിച്ച് അവർ യെരുശലേമിന് നേരെ കിളിവാതിലുകളെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ചെറുപ്രായത്തിൽ തന്നെ അത് ശീലിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്യദേശത്ത് നിന്നിട്ട് ദാനിയേൽ കിളിവാതിൽ യെരുശലേമിന് മുഖമായി തുറന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുന്നു.
നമ്മുടെ ചെറുപ്പത്തിലുള്ള ശീലങ്ങളെല്ലാം എത്ര വലുതാണെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കും. ആത്മീയമായ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയിരിക്കും. അതിനുശേഷം യിരെമ്യാവ് പറയാണ്, ഇങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന അനുഗ്രഹങ്ങൾ, ഫലങ്ങൾ, ഇതിനെക്കുറിച്ച് പറയുകയാണ്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. നമുക്കറിയാം, ആറ്റരികിൽ വേരൂന്നിയ ഒരു വൃക്ഷം ഒരിക്കലും ഉണങ്ങിപ്പോവുകയില്ല. എത്ര ഉഷ്ണം വന്നാലും അതിന് ജലം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അത് നദിയുടെ തീരത്താണ് വളർന്നു വരുന്നത്. നാം ആത്മീയമായി ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന നദിയിൽ നിന്ന് നമ്മൾ കുടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഉഷ്ണകാറ്റേൽക്കുമ്പോൾ അത് ഇവിടെ പറയുകയാണ്, ഉഷ്ണമേ തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായ ശത്രുവിൻ്റെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ സാത്താന്യ പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുന്ന ജലം ദിനം തോറും നമ്മൾ കുടിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ജലത്തിലാണ് നമ്മുടെ ആത്മീയ ജീവിതം നിലനിൽക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ആത്മാവിൽ അന്യഭാഷയിൽ നമ്മുടെ പ്രാർത്ഥിച്ച് ബലം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വരുന്ന ഏത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ദൈവത്തിൻ്റെ വചനം, ദൈവിക ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ടാണ് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ലെന്ന് പറഞ്ഞത്. വരൾച്ചയുള്ള കാലത്ത് വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മിലേക്ക് ചില നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. ആ ഫലം കായ്ക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവെന്ന നദിയുടെ തീരത്ത് നട്ട ഒരു വൃക്ഷം പോലെയായിരിക്കണം. ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പോഴത്തെ കാലത്ത് മൊബൈലും മീഡിയയും ഒത്തിരി വളർന്നു വരുന്ന സമയമാണ്. നമ്മുടെ സമയങ്ങൾ കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും കർത്താവിനെ സ്തുതിക്കുന്ന പാട്ടുകൾ കേൾക്കുവാനും ബൈബിൾ വായിക്കുവാനും സമയങ്ങളെ വേർതിരിച്ചിരിക്കുക അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ആ സമയങ്ങൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അവിടെ ശത്രുവിന് നമ്മളിലേക്ക് അറ്റാക്ക് ചെയ്യുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ കിട്ടും. നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജോലികൾ ചെയ്യാം. നമുക്ക് കിട്ടുന്ന സമയങ്ങൾ ദൈവത്തിൻ്റെ വചനം എടുത്ത് വായിക്കുവാനിടയായിത്തീരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയായിത്തീരും. നമുക്ക് മുൻപിൽ വരുന്ന ഏത് പ്രതികൂലങ്ങളെ ദൈവവിശ്വാസത്തോടെ ഇതിനെ തരണം ചെയ്യാം. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നതിനാൽ ഏത് വലിയ പ്രശ്നങ്ങളെയും മല പോലെയുള്ള പ്രശ്നങ്ങളെങ്കിലും അഭിമുഖീകരിക്കാൻ കർത്താവ് എനിക്ക് ബലം തരും, ധൈര്യം തരും. അതിൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കൂടെ പ്രാപിക്കുവാൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന്